മരണപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? മരണപ്പെട്ടവർ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരണപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരണപ്പെട്ടവർ നിങ്ങളോട് സന്തോഷം പങ്കിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിലാണെങ്കിലും പാതിമയക്കത്തിലാണെങ്കിലും ഒക്കെ ഇത്തരം കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുമോ? പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത്. മരണപ്പെട്ടവരെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ നമ്മുടെ ജീവിതം അതോടെ തകർന്നു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മരണപ്പെട്ടവരെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ അവർ നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും നെഗറ്റീവായി സ്വാധീനിക്കുന്നവരായി മാറി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകും എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നവരുണ്ട്. മരണപ്പെട്ടവർ സ്വപ്നത്തിൽ വന്നാൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോകുമെന്ന് പറയുന്നവരും ധാരാളമായുണ്ട്. ഒരമ്മയുടെ മകൾ, ആ കുട്ടി MBBS കഴിഞ്ഞ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് ആ കുട്ടി മരണപ്പെട്ടുപോയി. കുറേ നാളിന് ശേഷം ആ കുട്ടിയുടെ മാതാവ് ഒരു ആസ്ട്രോളജറെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഓർക്കാറുണ്ടോ? നിങ്ങൾ മരിച്ചുപോയി നിങ്ങളുടെ കുട്ടിയെ സ്വപ്നത്തിൽ കാണാറുണ്ടോ? അതേ എന്ന് ഉത്തരം കൊടുത്തപ്പോൾ ആ അമ്മയോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളങ്ങനെ ആ കുട്ടിയെ ഓർക്കുന്നു എങ്കിൽ, ആ കുട്ടിയെ നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന മറ്റു കുട്ടിക്കു കൂടി അത് ബുദ്ധിമുട്ടുണ്ടാകും, ആ കുട്ടിയുടെ ജീവനും ഭയമുണ്ടാകും എന്ന്. പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്തുവെങ്കിലും ആ അമ്മ പരിഹാരം ചെയ്തെങ്കിലും ആ അമ്മയുടെ മനസ്സിലുണ്ടായ നീറ്റൽ, ആ അമ്മയുടെ മനസ്സിലുണ്ടായ വേദന, അത് ഉണക്കാനാകുമോ ആ പരിഹാരങ്ങൾക്ക്? ആ അമ്മ എന്നും നീറി ഈ കുട്ടിയെ ഓർക്കാതെ ആ അമ്മയ്ക്ക് കഴിയാനാകുമോ? എല്ലാ ദിവസവും ഉണരുമ്പോൾ മരണപ്പെട്ടു പോയ ആ കുട്ടിയായിരിക്കില്ലേ ആ അമ്മ എപ്പോഴും ഓർക്കുന്നത്? ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പും ആ അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളിൽ ഒന്ന് ആ മരണപ്പെട്ട കുട്ടിയായിരിക്കില്ലേ? മരിച്ചവരെ സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമോ? മരിച്ചവർ സ്വപ്നത്തിലെത്തിയാൽ അവർ നമ്മളുടെ വിവാഹം മുടക്കാനായി വരുന്നവരാണോ? മരിച്ചവർ സ്വപ്നത്തിലെത്തിയാൽ അവർ നമ്മുടെ വീട് പണി തടസ്സപ്പെടുത്തുവാൻ എത്തുന്നവരാണോ? മരിച്ചവർ സ്വപ്നത്തിലെത്തിയാൽ അവർ നമ്മുടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണോ? മരിച്ചവർ സ്വപ്നത്തിലെത്തിയാൽ അവരുടെ ആത്മാവ് ഗതികിട്ടാതെ അലയുന്ന അവസ്ഥയിലാണോ? എന്താണ് ഹൈന്ദവ ആചാരഗ്രന്ഥങ്ങൾ ഈ കാര്യത്തിൽ പറയുന്നത്? വെൽക്കം ടു ഹരി പത്മനാഭരം യൂട്യൂബ് ചാനൽ, റിയാലിറ്റി ഓഫ് ആസ്ട്രോളജി ആൻഡ് വാസ്തു. നമസ്കാരം. വിഷയം ഇതാണ്: മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ ദോഷമാണോ എന്ന്. നമ്മളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് മരണപ്പെട്ടവരൊക്കെയും. നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെയും മറ്റും നമുക്കാകെ മരണപ്പെട്ടതിന് ശേഷം കാണാൻ കഴിയുന്നത് മുൻപെടുത്ത വീഡിയോകളിലോ ഫോട്ടോകളിലോ അല്ലാതെ സ്വപ്നത്തിലൂടെ മാത്രമാണ് അവരെ ജീവനോടെന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ പോലും കാണാനാകാത്ത ഒരുപാട് പേർ ഇന്നും വേദനയോടുകൂടി ജീവിക്കുന്നുമുണ്ട്. എന്നാൽ മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ദോഷമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാർ നമുക്കിടയിൽ ധാരാളമായുണ്ട്. ഒന്ന് നോക്കാം എന്താണ് ഹൈന്ദവ ആചാരഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് എന്ന്. മൃതാനാം ദർശനം സ്വപ്നെ സ്മൃത്യർത്ഥം പരിചക്ഷതേ ശുഭ ഫലം തത്ര കാല ദേശാനുസാരതഃ എന്നൊരു പദ്യമുണ്ട്. ആ പദ്യത്തിൽ പറയുന്നത് മരിച്ചവരെ സ്വപ്നം കാണുന്നത് ദോഷമാണ് എന്നല്ല. മരിച്ചവരെ സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ വിവാഹ ജീവിതം തകർക്കാൻ അവർ എത്തിച്ചേരുന്നു എന്നല്ല. മരിച്ചവരെ സ്വപ്നത്തിൽ കണ്ടാൽ നമ്മുടെ ഗൃഹനിർമ്മാണം തടസ്സപ്പെടുത്താൻ അവർ കടന്നു വരുന്നു എന്നല്ല. മരിച്ചവരെ സ്വപ്നത്തിൽ കണ്ടാൽ അവർ അലഞ്ഞു നടക്കുന്നു എന്നല്ല. മറ്റൊന്നാണ് നമ്മുടെ ആചാരഗ്രന്ഥങ്ങളിൽ പറയുന്നത്: മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ അത് പുണ്യമാണ് അത്രേ. മരിച്ചുപോയവരെ സ്വപ്നത്തിലെങ്കിലും കാണുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കാണുന്നതോ സ്വപ്നത്തിൽ കാണാതിരിക്കുന്നതോ മാത്രമല്ല പുണ്യകരം. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കെന്താണോ ആഗ്രഹങ്ങളുള്ളത് അത് സാധിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും പുണ്യമുള്ളവരായി മാറുന്നത് എന്ന് ഹൈന്ദവ ആചാരങ്ങളിൽ പറയുന്നു.
പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം നാമ നരകാത് തായതേ ഇത് പുത്രഹ എന്നാണ്. പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാൽ എന്നാണ്. അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം, എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും, എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും, അവർക്കതിനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, മനസ്സുണ്ട് എന്നെപ്പോൾ തോന്നുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയും ആവുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോഴാണ് അവരെ നല്ലതുപോലെ നോക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ ഒരുപാട് സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചവരാണ് അവർ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരെ നല്ലതുപോലെ പരിചരിക്കുക, പരിപാലിക്കുക. മരിച്ചു കഴിഞ്ഞ് അവർ സ്വപ്നത്തിലെത്തിയാൽ ഏറ്റവും പുണ്യമുള്ള മക്കളാണ് നിങ്ങൾ. ഏറ്റവും പുണ്യം ചെയ്ത ജന്മമാണ് നിങ്ങളുടേത്. ഭയപ്പെടേണ്ട, പരിഹാരങ്ങൾ ചെയ്യേണ്ട. ഹൈന്ദവ ആചാരഗ്രന്ഥങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്. നമസ്കാരം.